ഓം ശാന്തി. വീണ്ടും ഒരു മാർച്ച് 8 ലോക മഹിളാ ദിനം വരികയാണല്ലോ. എല്ലാ വനിതാരത്നങ്ങൾക്കും മഹിളാ ദിനത്തിന്റെ ആശംസകൾ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വനിതാ ദിനം എപ്പോഴും നാരീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യവുമായിട്ടാണല്ലോ കടന്നു വരിക. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വനിതാ ശാക്തീകരണം എന്നുള്ളത് മാത്രം എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്? നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വുമൺ അതിലൊരു മാൻ ഉണ്ട്, വിമൻ അതിലൊരു മെൻ ഉണ്ട്, ഷീ അതിലൊരു ഹീ ഉണ്ട് അല്ലേ? അപ്പോ സ്ത്രീയിലുള്ള ആ പുരുഷൻ അഥവാ പുരുഷത്വം, പൗരുഷം എന്താണ്? അത് തിരിച്ചറിയണമെങ്കിൽ ഹ്യൂമൻ ബീയിങ് എന്ന വാക്ക് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹ്യൂമൻ ബീയിങ് അർത്ഥം ഹ്യൂമസ് പ്ലസ് ബീയിങ് ഈസ് ഈക്വൽ ടു ഹ്യൂമൻ ബീയിങ്. അപ്പൊ നമ്മളിലെ ഹ്യൂമസ് പാർട്ട്, ഹ്യൂമസ് എന്ന് പറഞ്ഞ മണ്ണ്, അപ്പൊ ശരീരമാകുന്ന മണ്ണും ബീയിങ് പാർട്ട് ചേതന, രണ്ടും കൂടെ ചേരുന്നതാണ് മനുഷ്യൻ. അപ്പോൾ ശരീരമാകുന്ന ഈ മണ്ണ് ബോധം, സ്ത്രീബോധം, പുരുഷബോധം, ഇത് കേവലം നമ്മുടെ കോസ്റ്റ്യൂം ഡിഫറൻസ് മാത്രമല്ലേ? സ്ത്രീ പുരുഷ ശരീരം. അപ്പോൾ ശരീരം സ്ത്രീയുടേതാണെങ്കിലും പുരുഷന്റേതാണെങ്കിലും ഇതിനുള്ളിലിരിക്കുന്ന ബീയിങ് ഏതാണ്? ആ ബീയിങ് ആണ് എനർജി, സ്പിരിച്വൽ എനർജി. അതിനെ ആത്മാവെന്ന് ഹിന്ദു ശാസ്ത്രങ്ങളിൽ പറയും, സ്പിരിറ്റ് എന്ന് ബൈബിളിൽ പറയും, റൂഹ് എന്ന് ഖുറാനിലും പറയും, അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി എന്ന് വേണമെങ്കിൽ സയന്റിഫിക് ഭാഷയിൽ നമുക്ക് പറയാം. ഏത് തന്നെയാണെങ്കിലും ഊർജമാണ്. സോ ശരീരമാകുന്ന ഹ്യൂമസ് പാർട്ടും നമ്മളിലെ സ്പിരിച്വൽ എനർജിയും ചേരുന്നതാണ് മാനവൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ആലോചിക്കണം, സ്ത്രീ പുരുഷ ഡിഫറൻസ് കോസ്റ്റ്യൂമിൽ മാത്രമല്ലേ ഉള്ളൂ? അപ്പൊ ഈ ശരീരമാകുന്ന വാഹനത്തിന്റെ വ്യത്യാസം മാത്രമാണത്. ഈ വാഹനത്തെ ഓടിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് എനർജിയാണ്. അപ്പൊ സ്ത്രീയിലാണെങ്കിലും പുരുഷനിലാണെങ്കിലും എംപവർമെന്റ് എവിടെയാണ് ആവശ്യം? നമ്മൾ ഊർജമാണ്, നമ്മൾ എനർജി ആണെന്നുള്ള കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുക എന്നതാണ് നമ്മളെ എനർജറ്റിക് ആക്കണേ. അപ്പൊ അത് കേവലം നാരീ ശക്തീകരണത്തിന്റെ കാര്യം മാത്രമല്ല, ശരീരം കൊണ്ട് നരനാണെങ്കിലും നാരിയാണെങ്കിലും നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാടിലാണ്, ദൃഷ്ടികോണിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മഹിളാ ദിനത്തോടു കൂടി പുതിയൊരു കണ്ണട വയ്ക്കാം. ഏത് കണ്ണട? ഈ ശരീരത്തെ നോക്കുന്നതിന് പകരം ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം, ഞാൻ ഊർജമാണ്, ആത്മാവാണ്, ഒരു ഡിവൈൻ എനർജിയാണ്. ആ എനർജി ഒരു പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. ആ ലൈറ്റിലുള്ളത് മൈറ്റ് ആണ്. സോ ഒരു സ്പിരിച്വൽ എംപവർമെന്റ് ആണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഇത് നരിയിൽ മാത്രമല്ല, നരനിലും ആവശ്യമുണ്ട്. കാരണം നരന്റെ ഉള്ളിലും ഞാനൊരു സ്പിരിച്വൽ എനർജിയാണ്, ഒരു ഡിവൈൻ ബീയിങ് ആണ്, ഞാനും ഒരു ലൈറ്റാണ്. ആരെ കാണുമ്പോഴും, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവരെയും നമുക്ക് ഇരുപുരികങ്ങളുടെ മധ്യത്തില് ഒരു ഊർജമായി കാണാൻ കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവിടെ പൊട്ടും ചന്ദനവും തിലകവും എല്ലാം ചാർത്തണേ. കാരണം ഈ തലച്ചോറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ് ഒരു ഡിവൈൻ എനർജിയാണ്, ഞാനൊരു ലൈറ്റാണ്. അതുകൊണ്ട് ആരെ കണ്ടാലും, അത് കുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും ചെറുപ്പക്കാരനാണെങ്കിലും, നമുക്ക് എല്ലാവരുടെ ഉള്ളിലും ഈ മഹിളാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ഈ പ്രാക്ടീസ് ആരംഭിക്കാം. ആരെ നോക്കുമ്പോഴും അവരുടെ ഇരുപുരിക മധ്യത്തിലേക്ക് തലച്ചോറിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മീയ ഊർജത്തെ കാണാനുള്ള അഭ്യാസം. അതാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തില് കഴിഞ്ഞ 89 വർഷങ്ങളായി രാജയോഗം എന്ന മെഡിറ്റേഷനിലൂടെ പഠിപ്പിക്കുന്നത്. സോൾ കോൺഷ്യസ് ലിവിങ്. ഇപ്പൊ നമ്മളെല്ലാവരും റോൾ കോൺഷ്യസ്നെസ്സിലാണ് ജീവിക്കുന്നത്. സോ ഈ മഹിളാ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് കൊണ്ടുവരേണ്ട ചേഞ്ച് എന്താണ്? റോൾ കോൺഷ്യസ്നെസ് എന്ന അമ്മബോധം, അച്ഛൻ ബോധം, ആൺബോധം, പെൺബോധം, ഇതിൽ നിന്ന് നമുക്ക് ആത്മബോധത്തിലേക്ക്, ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്ക് ഉണരാം. ഡിവൈൻ എനർജിയായിട്ട് എല്ലാവരെയും കാണാം. അപ്പൊ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്യൂരിറ്റി ഉണ്ടാക്കും, നമ്മുടെ പേഴ്സണാലിറ്റി ഡിവൈനായി മാറും, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം, പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ശ്രേഷ്ഠമായിട്ട് മാറും.
അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടായി കഴിയുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ആൺപെൺ കാഴ്ചപ്പാട്. കൊച്ചുകുട്ടികൾ മുതൽ, നഴ്സറി ക്ലാസ് മുതൽ ആൺപെൺ ദൃഷ്ടിയിലൂടെ ഉണ്ടാകുന്ന ആസക്തി, ദേഹത്തോടുണ്ടാകുന്ന ആസക്തി, അതിൽ നിന്നുണ്ടാകുന്ന കാമവികാരം, അതിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങള്, അതിക്രമങ്ങള്, കാമഗ്നി കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയല്ലേ ലോകം. അത് കുട്ടികളും ചെറുപ്പക്കാരും വിവാഹിതരും പ്രായമായവരും എല്ലാവരുടെ ഇടയിലും ഈ ആളിക്കത്തുന്ന അഗ്നിയെ അണയ്ക്കാനുള്ള ജലം പോലെ നമുക്ക് ഈ മഹിളാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളിലാണെങ്കിലും പുരുഷനിലാണെങ്കിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, സോൾ കോൺഷ്യസ് ലിവിങ്, ആത്മബോധത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ആരംഭിക്കാം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സമീപത്തുള്ള ബ്രഹ്മകുമാരീസ് സേവാ കേന്ദ്രത്തിൽ പോയി രാജയോഗത്തിന്റെ ധ്യാനം അഭ്യസിക്കൂ, കുടുംബസമേതം പരിശീലിക്കൂ. അതിലൂടെ നമുക്ക് ഈ വർഷത്തെ മഹിളാ ദിനത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ഈ ഒരു എംപവർമെന്റ്, നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു മാറ്റം, അതിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഒരു മാറ്റം, അതിലൂടെ നമ്മുടെ സമൂഹം, നമ്മുടെ ഭാരതഭൂമി വീണ്ടും ഒരു ദിവ്യമായ കൾച്ചറിലേക്ക്, നമ്മുടെ ശ്രേഷ്ഠമായ സംസ്കൃതിയിലേക്കുള്ള ഒരു പരിവർത്തനത്തിനുള്ള ഒരു ചുവടുവയ്പ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആരംഭിക്കാം. ഓം ശാന്തി.